എല്ലാവർക്കും നമസ്കാരം. രാജരാജശ്രീ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. വിഷു സംക്രമം, മീനശനി, ഇടവ വ്യാഴകാലം, കൊല്ലവർഷം 1200 ആണ്ട്, മീനമാസം 30, ഏപ്രിൽ 13, 2025, ഞായറാഴ്ച രാത്രി 3:21 ചോതി നക്ഷത്രം 1-ാം പാദം, തുലാക്കൂറിൽ, കൃഷ്ണപക്ഷ പ്രഥമ തിഥി, പന്നിക്കരണം, വജ്രനാമ നിത്യോഗം എന്നിവ കൂടിയ സമയം. ഭൂമി ഭൂതോദയം കൊണ്ട് മേട രവിസംക്രമം. നക്ഷത്രവശാലുള്ള വിഷുഫലം: ചിത്തിര, ചോതി, വിശാഖം, ആദിശൂലം. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതാണ്. ശരീരം സൂക്ഷിക്കുകയും ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. ചെലവ് അധികമാകാതെ മിത വ്യയം പാലിക്കേണ്ടതാണ്. അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, ആദിഷഷ്കം. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈശ്വരാനുഗ്രഹവും സർവാഭീഷ്ട സിദ്ധിയും മനസ്സിന് സ്വസ്ഥതയും സൽകീർത്തിയും ഫലം. അവിട്ടം, ചതയം, പൂരിട്ടാതി, മധ്യശൂലം. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ പണം സൂക്ഷിച്ച് ചിലവാക്കേണ്ടതാണ്. തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാതെ സാധ്യതയുണ്ട്. ഉത്തരട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മധ്യഷഡ്കം. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് സർവാഭീഷ്ട സിദ്ധിയും ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും ഫലം. മകയിരം, തിരുവാതിര, പുണർതം, അന്ത്യശൂലം. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ വളർത്തുമൃഗങ്ങളിൽ നിന്നും സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കണം. വൈദ്യുതി സംബന്ധമായ അപകടങ്ങളിൽ നിന്നും സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആയുധധാരികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. പൂയം, ആയില്യം, മകം, പൂര, ഉത്തരാത്തം, അന്ത്യഷഡ്കം. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഉന്നത സ്ഥാനലബ്ധിയും സാമ്പത്തിക നേട്ടവും ജനപ്രീതിയും മനസ്സന്തോഷവും ഉണ്ടാകുന്നതാണ്. സംക്രമം ഞായറാഴ്ച ആകിയാൽ മഴ കുറഞ്ഞു. സംക്രമം ചോതി നക്ഷത്രത്തിലായതിനാൽ മഴ കുറയാതെയും സുഭിക്ഷതയും ഫലം. സംക്രമ സമയം വേലിയേറ്റമായതിനാൽ ആവശ്യത്തിന് മഴയും സുഭിക്ഷതയും ഫലം. സംക്രമം പന്നിക്കരണത്തിലാകിയാൽ ആവശ്യത്തിന് മഴയും പശുക്കൾക്ക് നാശവും സമൃദ്ധി കുറഞ്ഞും ഫലം. സംക്രമം കുംഭരാശി സമയമായതിനാൽ നല്ല മഴയും സസ്യാദി സമൃദ്ധിയും കൃഷിക്ക് ഉണർവും ഫലം. സംക്രമം തുലാക്കൂറിലാകിയാൽ വ്യാപാരത്തിന് അഭിവൃദ്ധിയും ഫലം. സംക്രമ സമയം രാഹു മീനൻ രാശിയിലാകിയാൽ സസ്യസമൃദ്ധിയും കൃഷിക്ക് ഉണർവും ഫലം. സംക്രമ സമയം വ്യാഴം ഇടവൻ രാശിയിലാകിയാൽ ശിശുക്കൾക്കും പശുക്കൾക്കും മനുഷ്യർക്കും നാശവും രാജ്യങ്ങൾ തമ്മിൽ യുദ്ധവും ഫലം. മേടസംക്രമ സമയം ഭൂമി ഭൂതോദയമാകിയാൽ സകല സാധനങ്ങൾക്കും സമൃദ്ധിയും ഫലം. വജ്രനാമ നിത്യയോഗമായതിനാൽ അഗ്നിഭയവും ഫലം. സംക്രമം പ്രഥമ തിഥിയിലായതും 2 പറ വർഷം ആകയാലും മഴ കുറഞ്ഞു. നീലമേഘമായതിനാൽ നല്ല മഴയും ഫലം. നന്ദി, നമസ്കാരം.